സർക്കിൾ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് കൂടുന്നുണ്ട്. സ്റ്റിക്ക് ഇവിടെ അടിച്ചിടും, അതായത് തീറ്റിട്ട് സ്റ്റിക്ക് ഇവിടെ ഇടും. പിന്നെ കഴിച്ചുണ്ടാകുമ്പോൾ ചൂണ്ടായിരിക്കിൻ്റെ 3 പേര് വേറെ വന്നിട്ടുണ്ട്. അവരെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ തീറ്റയ്ക്ക് സെറ്റ് ചെയ്ത് ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൂടെ 3 പേര് ചൂണ്ടാൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീറ്റ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വെള്ളം ഒഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഇത് സെറ്റാക്കി എടുക്കാൻ വേണ്ടോ കേട്ടോ. ഇത് പശുവിന് കൊടുക്കണ തീറ്റ പല്ലറ്റ്. പിന്നെ ഇതിൽ മൈദയും നമ്മൾ ബിസ്ക്കറ്റും മിക്സ് ചെയ്യുന്നുണ്ട്, അത് മിക്സ് ചെയ്ത് എടുക്കും. ഓക്കെ, അപ്പോൾ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് പാർലിജിരെ മേടിച്ചിട്ടില്ല, ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുക്കണത്. ഇതിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കയിൽ. പിന്നെ ചേർക്കണത് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മൈദ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ശരിയായിട്ട് അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ മൈദയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തു. അപ്പോൾ അപ്പം ഇങ്ങനെ നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെ ഈ നല്ലൊരു അധികം വെള്ളമാകാൻ പാടില്ല. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ട പൊടിഞ്ഞു പോകണം. ഓക്കെ, അപ്പം ഇനി തീറ്റ എങ്ങനെ ഇടാമെന്ന് നോക്കാം നമുക്ക്. നമ്മൾ കുളത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് കണ്ട. അതായത് ഇതിൽ 6 കുളത്തുണ്ട്, 6 കുളത്ത്. അപ്പോൾ തീറ്റ ഇടാണ് നമ്മൾ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കും കടാ, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഇതിൽ 6 കുളത്തുണ്ട്. ഈ 6 കുളത്തിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കും. ഈ കുളത്ത് നമ്മൾ വീട്ടിൽ കെട്ടിയെടുത്താണ്. 6 കുളത്ത് വെച്ച് കെട്ടിയെടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് കടാ ഇതിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ കുളത്ത് ഇതിൽ കയറ്റി കൊടുക്കും. കേട്ടോ, ഇങ്ങനെയാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇറങ്ങി നോക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഉണ്ട നമുക്കപ്പോൾ അറിയാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഉണ്ട എറിഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ 3 പേര് കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു 3 പേരെ ചൂടാൻ തയ്യാറായി നിൽക്കുക. ഇത് 3 പേര് എൻ്റെ മക്കളാണ്. അമ്മാളു, ശ്രീഷ എന്ന പേര്, അമ്മാളെന്ന് വിളിക്കും. ഇത് ശ്രീലേഷ, കുഞ്ഞോളെന്ന് വിളിക്കും. ഇത് ആശിഷ്, കുഞ്ഞോളെന്ന് വിളിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവരൊന്ന് ചെറിയ ചൂണ്ടൽ, കൈ ചൂണ്ടലിട്ടിട്ട് മീൻ പിടിക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവർക്കൊരു മത്സരം കൊടുത്തേക്കാം, ആരും ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. അതിനുള്ള തീറ്റ ഉണ്ടാക്കാം, അതായത് ചെറിയ കണച്ചൂണ്ടലിനുള്ള തീറ്റ നമുക്ക് ഉണ്ടാക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ബെന്നാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ തീറ്റ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ, കണച്ചൂണ്ടലിനെ ചൂണ്ടാൻ വേണ്ടി ഉണ്ടാക്കുന്നത് നമ്മൾ ബെന്നു കൊണ്ടാണ് തീറ്റ ഉണ്ടാക്കുന്നത്. ചെറിയ പരലുകൾ കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. നമ്മൾ അതിന് തന്നെ ബെന്നെടുക്കുക. ബെന്നെടുത്തിട്ട് ഇതിൻ്റെ പുറം ഭാഗം നമ്മൾ എടുക്കാറില്ലേ, പുറം ഭാഗം കളയും, ഉൾഭാഗം എടുക്കണം. രണ്ടും ബെന്നിൻ്റെ പുറം ഭാഗം കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ വെള്ളം ചേർക്കുക. വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക. സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. കേട്ടോ, അപ്പം ഇനി ഇങ്ങനെ സെറ്റായില്ലേ, സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിന് ചെറിയ പീസുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുളത്തുമ്പിടുക. പിന്നെ അവരെ കൊണ്ട് ഞാൻ ചൂണ്ടലില്ല, അവരെ ചൂണ്ടണത് ചെറിയ ചൂണ്ടലുമ്പോൾ അവരാദ്യം ചൂണ്ടട്ടെ. 3 ചൂണ്ടല കൊടുന്നിട്ടുള്ളൂ, ചെറിയ കണച്ചൂണ്ടൽ 3 കൊടുന്നിട്ടുള്ളൂ. അവർ ചൂണ്ടട്ടെ ആദ്യം മീൻ പിടിക്കട്ടെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.
അവർ ചൂണ്ടത് കാണാം. അപ്പോൾ അവർ താഴത്തേക്ക് ചൂണ്ടാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. ഫുൾ തയ്യാറെടുപ്പിലാണ്. വീണ്ട ഇറങ്ങിക്കോളോ. അപ്പോൾ അവരിറങ്ങിയിട്ട് ആദ്യം ആരും മീൻ പിടിക്കുന്നു നോക്കാം. ആദ്യം കുഞ്ഞോള് പോയി നിന്നുണ്ട് ചൂണ്ടാനായിട്ട്. ഇപ്പം 3 പേരെത്തിൻ്റെ. അപ്പോൾ ആദ്യം ആരെ പിടിക്കാൻ നോക്കാം. വേഗം കേട്ടോ. ഫ്രണ്ട്സ്, ഒരാളെ ഇന്ന് തന്നെ കൊണ്ടുപോയി ചൂണ്ടിൽ തടച്ചിട്ടുണ്ട്. ഇവിടെ എവിടെ കൊണ്ടിട്ടാൽ ഇതെന്നെ പരിപാടി. ഇവിടെ എവിടെ പരിപാടിയാ പിന്നെ അവതരിച്ചാൽ ഇതന്നെ ചൂണ്ടാൻ പറ്റണമെന്നുണ്ട്. ആദ്യം ആശിഷ് മീൻ പിടിച്ചിട്ടുണ്ട്. ആശിഷ് ആദ്യം മീൻ പിടിച്ചോ. തടഞ്ഞത് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അടുത്ത് പിടിച്ചിട്ടുണ്ട്. ആശിഷ് അടുത്ത് പിടിച്ചു. ഹായ് ഫ്രണ്ട്സ്, ആശിഷ് പിടിച്ചിട്ടുണ്ട്. അവൻ ആദ്യം ഒരെണ്ണം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചൂണ്ടൽ തടഞ്ഞ വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴാണ് പിടിച്ചത്. ആ സമയത്ത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അവൻ രണ്ടാമത്തെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. അതിലിട്ടോ. അടുത്ത് പിടിച്ചിട്ട് ആശിഷ് മൂന്നാമത്തെയാണ് പിടിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ആശിഷ് കുറെ പിടിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ അധികം പിടിച്ചിട്ടില്ല. അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ആശിഷാണ് മുന്നിട്ട് നിൽക്കുന്നത്. അടുത്തത് ആശിഷ് നാലാമത്തെ പിടിച്ചു. ഒന്നും പറയണ്ട. ആശിഷ് നാലാമത്തെ പിടിച്ചിരിക്കുക. അടിപൊളി. ആശിഷ് നാലാമത്തെ പിടിച്ചു. കുഞ്ഞിതാ. അതിനെ വിടാന്നാണ് പറയുന്നത്. അത് കുഞ്ഞിതാ. അപ്പൊ അതിനെ വിട്ടോ. കുഞ്ഞിതായ കാരണം അതിനെ വിട്ടുണ്ട്. അവിടെ നിന്ന് ഇട്ടോ. അപ്പൊ പോയി. അതിനെ വിട്ടുട്ടോ. ആ കുഞ്ഞിതായ കാരണം അതിനെ വിട്ടു. വേറെ മാറിപ്പോവാ. ഇവിടെ ഫുൾ ഇടണോടത്ത് തടയാ. ഇവിടെ എന്തോ മരം എടുക്കണമെന്നുണ്ട്. കുറച്ചാണ്ട് കയറിയിട്ട് പോയി നോക്കാം. ഇവിടുന്ന് മാറിപ്പോവാണ്. ഇവിടെ ഭയങ്കര തടച്ചിൽ ഇടണോടത്ത് എന്തോ മര കാര്യങ്ങളൊക്കെ കിടക്കണമെന്നുണ്ട്. ഇവിടെ ഈ സൈഡ് വൃത്തിയാക്കിയിട്ടേ. അപ്പൊ അങ്ങോട്ട് കുറച്ച് കയറിയിട്ട് നോക്കാം. അവിടേക്ക് ഓക്കെ. നേരത്തെ ഇരുന്ന സ്ഥലത്ത് നിന്ന് അപ്പോൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാന്ന് വെച്ചിട്ടാ. കുഴപ്പമില്ല സ്ഥലമാണ്. അവരിത് അവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട്. കടാ അറ്റത്ത് നടന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരിത് ഇവിടെ വന്ന് സെറ്റായിട്ടുണ്ട്. ഇവിടെ ചൂണ്ടുണ്ട്. ഇവിടെ ഇതിൽ കരിപ്പിടി ഉണ്ട്. അപ്പോൾ കരിപ്പിടി കിട്ടും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. കരിപ്പിടി എല്ലാവരും പിടിച്ചോ. വേഗം പിടിച്ചോ.
അടുത്ത് കിട്ടി കരിപ്പിടി കരിപ്പിടി പിടിക്ക് പിടിക്ക് വേം പിടിക്ക് വേം പിടിക്ക് അടുത്തിട്ടേ കരിപ്പിടിനെ പിടിച്ചിരുന്നു കൈ കടിക്കും. ആഹാ കരിപ്പിടിയാണ് പറയാ. ആ ആഷിഷ് പിടിച്ചോ വലുത് വലുത് ഇങ്ങോട്ട് വലുത് വലുത് പിടിച്ചിട്ട് പിടിച്ചിട്ട് അടുത്ത് 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 അയ്യോ അതിരിക്കുന്നു പോയി നിറച്ച് കരിപ്പിടി കരിപ്പിടി അവിടെ സ്റ്റിക്കാണ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതില് കരിപ്പിടി ഉണ്ട്. അപ്പൊ കരിപ്പിടിനെ കുറച്ച് പിടിക്കാം. കരിപ്പിടി കരിപ്പിടി ആശിനുണ്ട്. ബ്ലാക്ക് കളറിലുള്ളത് ആശിഷ് പിടിച്ചോ ആശിഷ് പിടിച്ചോ എന്റെ കരിനാക്കിലിട്ട് ഉടക്കല്ലേ വലിപ്പുള്ളവരെ കിട്ടി. കുഞ്ഞിന്റെ ചൂണ്ടിൽ അങ്ങനെ വന്നു തുടങ്ങി. വലിപ്പുള്ള ആശിഷ് പിടിച്ചു ആശിഷ് ആശിഷ് പിടിച്ചില്ലേ. ശ്രീഷ പിടിച്ചോ ശ്രീഷ പിടിച്ചോ ശ്രീഷ പിടിച്ചോ ആദ്യത്തെ കരിപ്പിടി പിടിച്ചിട്ടേ ഭയങ്കര സന്തോഷത്തില. ഊര് 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 എല്ലാവരും ഊര് ശ്രീഷ പിടിച്ചോ. ഇത് ഒരു ഒക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കിട്ടിയ ആശിഷ് ഊരുണ്ട്. കവറൊക്കെ ഇട്ട് പിടിച്ചിട്ട് ഊരിനെ അങ്ങനെ ഊരി ഊരിയെടുത്ത് എന്നിട്ട് തുറന്നേ കുറെ കരിപ്പിടി ഉണ്ട്. അത്യാവശ്യം കുറച്ച് കിട്ടിയിട്ടുണ്ട്. പിടിക്ക് വീണ്ടും പിടിക്ക് അപ്പൊ നമ്മുടെ സ്റ്റിക്ക് ഇവിടെ എടുക്കണ്ട. അപ്പൊ സ്റ്റിക്ക് മത്തി ഇറ്റിടാം. ചെറുത് സ്റ്റിക്കിൽ എന്താ അടിച്ചിട്ടുണ്ട്. ചെറുത് ഇന്ന് നോക്കാം. പരലാന്നോളൂ ചെറിയ പരലാന്നോണ്ട് തൂളില്ല പറഞ്ഞ തൂളിയണോ. പരല് തൂളിര പോലെ ഇട്ട് വലിക്കണപ്പോഴേ തൂളിര പോലെ തോന്നി കേട്ടതാ. കൂരി പിടിച്ചിട്ട് ആശിഷ് എല്ലാവരും പല പല സ്ഥലത്താ മീൻ പിടിക്കുന്നു. അവിടേക്ക് പോയിരിക്കണേ. കേടാ ഇറങ്ങിക്ക്
ആട്ടുങ്ങളുടെ സ്ഥാനം കഴിഞ്ഞു. ആശിഷ് കൂരിനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് ഊരി കൊടുക്കട്ടെ, കൂരിനെ ഊരി കൊടുക്കട്ടെ. പേര് പിടിച്ചു കൊടുക്കുന്നുണ്ട് വേന. ഒരാളെ നല്ല കരിപ്പിടി പിടുത്താ. ഞാൻ ഇത് ക്യാമറ മൊബൈലിലൂടെ കൊണ്ടുവന്ന് വെച്ച് ചെയ്യാം, ഒരു സ്റ്റാൻഡിലൂടെ വെച്ച് ചെയ്യാം. അത് കാരണം വീഡിയോ കാണില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ ഇതുണ്ട് ഇതിനെ പിടിക്കണ്ടേ. ഞാൻ സ്റ്റിക്കിൽ തീറ്റയും കാര്യങ്ങളും ഇടായിരുന്നു. അപ്പോൾ ഇവിടെ 2 കരിപ്പിടി പിടിച്ചു. ഒരാൾ കരിപ്പിടിനെ ഊരുണ്ട്, ഒരാളിതേ ഊരി അവിടെ ഇട്ടു. അടുത്ത ആളിതേ ഊരിന്. നിന്റെ പള്ളല് കുത്തി. ഓ കുട്ടികളുടെ കടിക്ക് ഊരി ഊരി കരിപ്പിടി കുറച്ച് അതിൻ്റെ പരലും കിട്ടിയിട്ടുണ്ട്, തീളും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കരിപ്പിടി ഉണ്ട്. നിറച്ച് വലിയ മീനുകളൊക്കെ. രണ്ടുപേരും ഇവിടെ ഇരുന്ന് ചൂണ്ടുണ്ട്, ഒരാൾ ഇപ്പുറത്തേക്ക് ചൂണ്ടുണ്ട്. ഓ പിടിച്ചു പിടിച്ചു പിടിച്ചു, ശ്രീലാഷ പിടിച്ചു. കരിപ്പിടി കരിപ്പിടി. ഇത് പിടിക്കാനൊക്കെ അറിയില്ല. ഊര് 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 ഊരാൻ പറ്റുമോ നോക്ക്, കൈപോളാണ്ട് ഊര്. നിങ്ങളുടെ ഐഡിയയിൽ ഊര്. ഒരാളിവിടെ കരിപ്പിടീനെ കുളത്തുമ്പോൾ ഒരാളെ പരിപാടിയിലാണ്, കവറിലൊക്കെ ഇട്ടിട്ടുള്ള പരിപാടിയാണ്. ഓ പേടിച്ചു പേടിച്ചു പേടിച്ചു. ചെറുതായി കരിപ്പിടി നനയപ്പം ഞെട്ടി. ഊരി ഊരിയാ ഒരു ഊരിയെടുത്തു. ബുദ്ധിപരമായി നീങ്ങി കവറിലിട്ടിട്ട് ഊരി. പരലുകൾ കുറവൊന്ന് കുത്തുണ്ട്, ഈ വലിപ്പുള്ള പരലുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ ഇതാണ്. ഇതാണ് കിട്ടിയ മീൻ. വീഡിയോ നിർത്തുമ്പോൾ ഇരുട്ടായി ഒടുങ്ങി. അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ബൈ.